288 രൂപ പെർ മീറ്ററിലുള്ള പ്യുർ അജ്രക് കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. പൂത്തിരാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് പ്യുർ അജ്രക് കോട്ടൺ ആണ്. ഇതിനു മുമ്പും ഞാൻ പ്യുർ അജ്രക് കോട്ടൻ്റെ വീഡിയോ ചെയ്തിരുന്നു. എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ ഡൗട്ട് കൊണ്ടാണ് തുടങ്ങിയിരുന്നത്. കാരണം നമ്മൾ കച്ചിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതാണ്. അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യും, ഇത്ര പ്രൈസ് കൂടി നിൽക്കുമ്പോൾ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറെ ഡിസൈൻസ് ആണ്. പ്രൈസ് വന്നിരിക്കുന്നത് 288 ആണ്. അതിന് കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളെല്ലാം തന്നെ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് പ്യുർ കച്ചിൽ നിന്നുള്ള അജ്രക് ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പ്യുർ കോട്ടൺ ആണ്, പ്യുർ അജ്രക് കോട്ടൺ ആണ് കേട്ടോ. അജ്രക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കച്ചിൽ നിന്നുള്ളതാണിത്. അപ്പോൾ നമുക്ക് ഓരോന്നും കാണാം. പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, 288 രൂപയാണ്. മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും പ്രൈസ് കുറച്ച് നിങ്ങൾക്ക് തരാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ബ്ലാക്ക് കളറിലുള്ളതാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. നോർമലി നമ്മുടെ വീഡിയോ ഔട്ട് ആകുമ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കണ കാണാം, എത്ര മീറ്റർ മിനിമം എടുക്കണം എന്നുള്ളത്. നമ്മുടെ എല്ലാ മെറ്റീരിയലും നിങ്ങൾക്ക് ആവശ്യമുള്ള മീറ്റർ എടുക്കാം. അങ്ങനെ ഒരു ഇത്ര മിനിമം ക്വാണ്ടിറ്റി എന്നുള്ളൊരു കണക്ക് നമ്മൾ വയ്ക്കാറില്ല. പക്ഷേ ഈ ഒരു ഫാബ്രിക് നമ്മൾ സെല്ല് ചെയ്യുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, 2.5 മീറ്ററിൻ്റെ ഓരോ കട്ടായിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. അതിന് കാരണം വരുന്നതും ഇതൊരു താൺ വരുന്നത് തന്നെ 7 മീറ്ററോ 7.5 മീറ്ററോ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് 1/2 മീറ്ററോ 1 മീറ്ററോ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കട്ടിങ് വേസ്റ്റ് വരും. അതുകൊണ്ട് നമുക്കിത് 2.5 മീറ്ററിലോ 3 മീറ്ററിലോ ഉള്ള കട്ടായിട്ട് നമ്മളിത് സെല്ല് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 288 ആണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിലാണ്. അതിനകത്ത് തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. പ്യുർ അജ്രക് കോട്ടൺ ആണ്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. അജ്രക് എന്ന് പറയുമ്പോൾ കുറേ പേരുടെയൊക്കെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും ക്ലോത്തും ഒക്കെയാണ്. നമ്മൾ അജ്രക് ഡിസൈൻ പല ഫാബ്രിക്കിൽ കൊണ്ടുവരാറുണ്ട്. ലിനനിൽ, അതുപോലെ തന്നെ ചന്തേരിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം സ്ക്രീൻ പ്രിൻറ്റോ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രിൻ്റോ ഒക്കെ ആയിരുന്നു. ഇത് പ്യുർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. 288 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സമ്മർ സീസണൊക്കെ അടുത്ത് വരുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫാബ്രിക് തന്നെയാണ്. നെക്സ്റ്റ് ആണ് നമ്മൾ കാണുന്നത് ഒരു ബ്ലൂ കളറിലാണ്. പീകോക്ക് ബ്ലൂവിനകത്തേക്ക് വരുന്നൊരു കളറാണ് നമ്മൾ നെക്സ്റ്റ് വൺ കാണുന്നത്. അപ്പോൾ ആദ്യം കണ്ട ആ ഡിസൈനിൻ്റെ തന്നെ വേറൊരു കളറാണെന്ന് മാത്രമേ ഉള്ളൂ. ഡിസൈൻ സെയിം തന്നെയാണ്. പോയിട്ടുള്ളത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. അജ്രക്കാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വന്നിരിക്കുന്നത് ഒരു ഇൻഡിഗോ ഷെയ്ഡിനകത്തേക്ക് വന്നിട്ടുള്ള ഒരു കളറാണ്. അതിനകത്ത് തന്നെ മെറൂൺ കളറിലുള്ള പ്രിൻ്റുകളാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനിൻ്റെ തന്നെ 3 കളർ നമ്മൾ കണ്ടു കഴിഞ്ഞു. 288 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് സെയിം കളറിൽ തന്നെയാണ്. ആ ഒരു ഇൻഡിഗോ ഷെയ്ഡിനകത്തേക്കാണ് പോയിട്ടുള്ളത്. അതിനകത്ത് പോയിരിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് പേസ്ലി പ്രിൻ്റാണ്. അപ്പോൾ ഈ അജ്രക്കിനകത്ത് വരുന്നൊരു ഡിസൈൻ തന്നെയാണ് ഈ പേസ്ലി എന്ന് പറയുന്നതും. ഇതും പ്യുർ ഹാൻഡ് ബ്ലോക്കാണ്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. പ്യുർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആയതുകൊണ്ട് പിന്നെയും പറയുന്നു, കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് വാഷിന് മുമ്പ്. ഇതിൻ്റെ തന്നെ 2 കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ളതാണ്. പേസ്ലി പ്രിൻറ്റിൽ തന്നെ ബ്ലാക്ക് കളറിലുള്ളതാണ് നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. ബ്ലാക്കിനകത്ത് തന്നെ ചിക്കു ഷെയ്ഡും അതുപോലെ തന്നെ ഒരു മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളറിലുള്ള പ്രിൻ്റാണ് പേസ്ലി ആയിട്ട് പോയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈ പ്രിൻറ്റിൻ്റെ തന്നെ പേസ്ലിയുടെ തന്നെ റെഡ് കളറിലുള്ളതാണ്. ഒരു ഡാർക്ക് ബ്രിക്ക് റെഡ് എന്ന് പറയാം, ആ ഒരു കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള പേസ്ലി പ്രിൻറ്റിൻ്റെ തന്നെ 3 കളേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. 288 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് നമ്മൾ കാണുന്നത് സെയിം കളറിൽ, അതായത് ബ്രിക്ക് റെഡ് കളറിൽ തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു 4.70 ആണ് ഇതിൻ്റെ മീറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ മിനിമം ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഓരോ ഡിസൈനും വരുന്നത്. ആ ഒരു താൺ അത്രേ ഉണ്ടാവുള്ളൂ. ഒരു ടേബിളിനകത്തിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാനിതിൻ്റെ ബാക്ക്ഗ്രൂവിൽ പോയി ചെയ്തിരുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു, നമ്മുടെ ചാനലിൽ അതുണ്ട്. സെയിം പ്രോസസ്സ് തന്നെയാണ്, കച്ചിലാണിത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ 2-3 കളേഴ്സും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്.
നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു മെഹന്തി യെല്ലോ ഷെയ്ഡിലേക്കാണ് പോയിട്ടുള്ളത്. മെഹന്തി യെല്ലോനകത്ത് ഗ്രീൻ കളറിലുള്ള ഡിസൈനാണ് അതിനകത്ത് ഹാൻഡ് ബ്ലോക്ക് ആയിട്ട് പോയിട്ടുള്ളത്. കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 288 ആണ്. വിഡ്ത്ത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. അജ്രക് കോട്ടൺ ചെയ്തപ്പോൾ 1-2 പേര് കമൻറ്റ് ചെയ്യണ കണ്ടിരുന്നു ലൈറ്റ് കളേഴ്സ് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഈ അജ്രക്കിനകത്ത് അധികം തന്നെ ഡാർക്കർ ടോണുകളാണ് വരുന്നത്. അതിനകത്ത് തന്നെ ഞാനൊരു ലൈറ്റ് ക്രീം കളർ കണ്ടപ്പോൾ അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തു. നോർമലി നമുക്ക് അങ്ങനെ ലൈറ്റ് ടോൺ അധികം അജ്രക്കിൽ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങനെ കിട്ടാൻ തന്നെ വളരെ ചാൻസ് കുറവാണ്. ഇതിനകത്ത് ഒരു ലൈറ്റ് ക്രീം കണ്ടപ്പോൾ ഞാനതൊന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു കളറാണ് ഏറ്റവും ലൈറ്റായിട്ട് ഇതിനകത്ത് വരുന്നത്. സെയിം ഡിസൈൻ തന്നെ, ആദ്യം കണ്ട സെയിം ഡിസൈൻ തന്നെ. 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 288 തന്നെയാണ്. ഇതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറും കൂടെ അവൈലബിൾ ആണ്. ബോട്ടിൽ ഗ്രീനിനോട് മാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു കളറാണ്. ഇതെല്ലാം തന്നെ നാച്ചുറൽ കളർ വെച്ച് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് പോകുന്നത്. പേസ്ലിയുടെ തന്നെ 2 കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ഇൻഡിഗോയിൽ തന്നെ കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലുള്ള പേസ്ലിയാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 288 ആണ്. നെക്സ്റ്റ് ആണ് നമ്മൾ കാണുന്നത് മെഹന്തി യെല്ലോ കളറിനകത്ത് തന്നെ ഗ്രീൻ കളറിലുള്ള പേസ്ലിയാണ് പോയിട്ടുള്ളത്. അതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം. ലാസ്റ്റ് ഡിസൈനാണ്, ലാസ്റ്റ് കളറാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നമ്മളിന്ന് കണ്ടത് പ്യുവർ അജ്രക് കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് വരുന്നത്. 288 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. വിത്ത് ഔട്ട് ലൈനിങ്ങിൽ ചെയ്യാം. അതുപോലെ തന്നെ പ്യുവർ കോട്ടണും പ്യുവർ ഹാൻഡ് ബ്ലോക്കും ആയതുകൊണ്ട് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ട് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഡെയിലി ഔട്ടാവുന്ന വീഡിയോയുടെ പിക്ചർ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതിൽ നിന്നും ഡെയിലി ഔട്ടാവുന്ന വീഡിയോയുടെ പിക്ചർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയിലും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കിനി സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിതെല്ലാം തന്നെ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. നമ്പർ കൊടുത്തിട്ട് 1-2 പേർക്കൊക്കെ മിസ്റ്റേക്കിൽ വന്നിട്ട് അത് ആ എമൗണ്ട് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു QR കോഡാണ് കൊടുക്കുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് സാധാരണ എല്ലാവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ദിവസം മോർണിംഗ് ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈവനിങ് ആകുമ്പോഴേക്കും ചില ഡിസൈൻസൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലത്തെ സമയം പറയുന്നത്, രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചാണ് നമ്മളിതെല്ലാം തന്നെ സെല്ല് ചെയ്യുന്നത്. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അടുത്തായിട്ട് ഒരു SBI ബാങ്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7:30 മണി വരെയാണ്. വീഡിയോ ഔട്ടാകുന്ന ടൈം എന്ന് പറയട്ടെ, 7:30 മുതലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഔട്ടാകുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് ഔട്ടായിക്കൊണ്ടാണ് വീഡിയോ തന്നെ എല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ 7:30-ക്ക് ഫസ്റ്റ് വീഡിയോ ഔട്ടാകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 4 റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയും പിന്നെ സാരിയുടെയും സൽവാറിൻ്റെയും കുർത്തിയുടെയും ഒക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ ഇടയിലാണ് ഓരോ വീഡിയോസും ഔട്ടാകുന്നത്. ഷോപ്പ് വർക്കാകുന്നത് 9:30-ക്കാണ്. അപ്പോൾ 7:30 മുതൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ 9:30 മണി മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയൽ കുറച്ച് അധികം മെസ്സേജുകൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരാളും മാത്രമല്ല, നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താ പറയുക കുറച്ചധികം നമ്പർ വെക്കാനായിട്ട്. നമ്മൾ ഒരു നമ്പർ ഉള്ളെങ്കിലും കുറേ അധികം പേര് അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. പ്യുവർ കോട്ടണിലുള്ളതുണ്ട്, സെമി കോട്ടണിലുള്ളതുണ്ട്, സെമി സിൽക്കിലുള്ളതുണ്ട്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിനായിട്ട് നമ്മളൊന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടുപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വെക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. പ്യുവർ കോട്ടനും പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നമ്മളതുപോലെ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.